ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്തത്. ആദ്യം നമ്മൾ സെൻറ്ററുകൾ ശരിയാക്കി, എല്ലാ സൈഡ് സെൻറ്ററുകൾ ശരിയാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഡ്ജ് ശരിയാക്കി. പിന്നെ ഫസ്റ്റ് ലെയർ, പിന്നെ ഈ മിഡിൽ ലെയർ, 2 ലെയറും കൂടിയിട്ട് നമ്മൾ ശരിയാക്കി. അങ്ങനെ മിഡിൽ ലെയർ, ഫസ്റ്റ് ലെയർ, മിഡിൽ ലെയർ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ 3x3 ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ ചെയ്തത്. ഈ സെൻറ്റർ ശരിയാക്കുക, എഡ്ജുകൾ ശരിയാക്കുക, അതൊക്കെ നമ്മൾ ലോജിക് ഉപയോഗിച്ച് ചെയ്തു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ലെയർ, അടിയിൽ ലെയർ ശരിയാക്കിയത് 3x3 ചെയ്യുന്ന മാതിരി സെക്കൻഡ് ലെയർ ചെയ്തതും 3x3 അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ യെല്ലോ ഇങ്ങനെ ലൈനായി കിട്ടും. 3x3 തന്നെയാണ്. നമുക്ക് 3x3 ചെയ്ത് നോക്കാം, അത് ശരിയാവും നോക്കാം. ചിലപ്പോൾ 3x3 മെത്തേഡ് തന്നെ നോക്കുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ശരിയാവും. അഥവാ ശരിയായില്ലെങ്കിൽ ഈ മുകൾ ഭാഗത്ത് നമുക്ക് കുറച്ച് ഇക്വേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ചെയ്ത് വന്നപ്പോൾ 3x3 പോലെ തന്നെ നമുക്ക് മഞ്ഞയുടെ ഒരു ലൈൻ കിട്ടി. അപ്പോൾ നമ്മളിങ്ങനെ ഫേസ് ചെയ്തുകൊണ്ട് നമുക്ക് 3x3 തന്നെ നമുക്ക് യെല്ലോയുടെ ഒരു പ്ലസ് ഉണ്ടാക്കാൻ ഇവിടെ നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ നമുക്കറിയാം. ഫ്രണ്ട്, റൈറ്റ്, അപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, അപ്പ് ഇൻവേഴ്സ്, ഫ്രണ്ട് ഇൻവേഴ്സ്. നമുക്ക് യെല്ലോൻ്റെ ഒരു ക്രോസ് ഇവിടെ കിട്ടി, കറക്റ്റ് ക്രോസ് കിട്ടി. ഇനി നമ്മൾ 3x3 ചെയ്തത് ഇങ്ങനെ കിട്ടുമ്പോൾ ഇതിൽ 2 സൈഡ് മാച്ച് ചെയ്തിട്ടുണ്ടോ നോക്കി നമ്മൾ. അപ്പോൾ ഈ തിരിച്ച് നോക്കാം. ഇവിടെ പച്ച, ഇവിടെ 2 സൈഡ് മാച്ച് ചെയ്തിട്ടുണ്ടോ നോക്കാം. രണ്ട് സൈഡ് മാച്ച് ചെയ്ത് കിട്ടാൻ ഇവിടെ ഇല്ല. നോക്കാം, തിരിച്ച് നോക്കാം. രണ്ട് സൈഡ് മാച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല നമ്മൾക്ക്. അപ്പോൾ 2 സൈഡ് മാച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾക്ക് 3x3 ചെയ്ത അതേ ഒരു അൽഗോരിതം തന്നെ നമുക്ക് ഉപയോഗിക്കാം. റൈറ്റ്, അപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, അപ്പ്, റൈറ്റ്, ഈ ടോപ്പ് അപ്പ് ഭാഗം 2 പ്രാവശ്യം 1 2, റൈറ്റ് ഇൻവേഴ്സ് ഒരു പ്രാവശ്യം കൂടി നമുക്ക് തിരിക്കാം ടോപ്പ്. എന്നിട്ട് നോക്കാം നമുക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ 2 ഭാഗം മാച്ച് ചെയ്തിട്ടുണ്ടോ നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അതേ പച്ച ഇവിടെ മാച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ റെഡ് മാച്ച് ചെയ്തിട്ടുണ്ട്. 2 ഭാഗം കിട്ടി. അപ്പോൾ 2 ഭാഗം കിട്ടുമ്പോൾ നമ്മൾ 3x3 ആ മാച്ച് കിട്ടിയ ഒരു ഭാഗം ബാക്കിലും ഈ ഒരു സൈഡ് റൈറ്റിലും പിടിച്ചിട്ടാണ് നമ്മൾ മുഴുവൻ എല്ലാ 4 സൈഡും മാച്ച് ചെയ്യാൻ വേണ്ടി ഇത് സെയിം ഇക്വേഷൻ തന്നെ നമ്മൾ ചെയ്യും. ഇപ്പോൾ 2 സൈഡ് മാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, ഇവിടെയും കിട്ടിയിട്ടുണ്ട്, ഇവിടെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തിൻ്റെ ബാക്കിലും ഒരു ഭാഗത്തിൻ്റെ റൈറ്റ് സൈഡിലും പിടിച്ചിട്ട് നമ്മൾ ഈ സെയിം ഇക്വേഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4 സൈഡും മാച്ച് ചെയ്ത് കിട്ടും. അതിന് നമ്മൾ റൈറ്റ്, അപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, അപ്പ്, റൈറ്റ്, അപ്പ് 2 പ്രാവശ്യം 1 2, റൈറ്റ് അടിയിലേക്ക്. ഇനി നമ്മൾ ഈ ഭാഗം കൂടെ ഒന്ന് കൊടുത്തിരിക്കുക. എന്നിട്ട് 4 ഭാഗം മാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇത് മാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്. ഇത് 3x3 ചെയ്യണ മാതിരി നമ്മൾ ശ്രമിച്ച് നോക്കണമെന്ന് മാത്രം. ഈ 4 സൈഡും മാച്ച് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ 3x3 നോക്കുക, ഏതെങ്കിലും ഒരു കോർണർ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക, കറക്റ്റ് സൂട്ട് ആയിട്ടുണ്ടോ നോക്കുക. ഇത് ശരിയല്ല, ഇത് നോക്കാം, ഇതും ശരിയല്ല, ഇത് ക്ലിയർ അല്ല, ഒരു കോർണറും ക്ലിയറായി കിട്ടിയിട്ടില്ല നമ്മൾക്ക്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഏതെങ്കിലും കോർണർ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ കൂടി ഏതെങ്കിലും ഒരു കോർണർ ഉപയോഗിച്ച് ഏതെങ്കിലും കോർണർ ക്ലിയർ ആയി കിട്ടാൻ വേണ്ടി നമ്മൾ 3x3 ചെയ്ത അതേ ഇക്വേഷൻ തന്നെ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. അതിന് നമ്മൾ അപ്പ്, റൈറ്റ്, അപ്പ് ഇൻവേഴ്സ്,
ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഇൻവേഴ്സ് അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ്. ഇങ്ങനെ നോക്കുമ്പോൾ ഏതെങ്കിലും കോർണർ ശരിയായിട്ടുണ്ടോ നോക്കാം. ഈ കോർണർ ശരിയായിട്ടുണ്ട്, ഈ കോർണർ ഏകദേശം ശരിയായിട്ടുണ്ട്. മഞ്ഞ, ഓറഞ്ച്, നീല ഏകദേശം ശരിയായിട്ടുണ്ട്. ഇത് ശരിയായിട്ടില്ല, ഇത് ശരിയായിട്ടില്ല, ഇത് ശരിയായിട്ടില്ല. ഇത് ഏകദേശം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ശരിയായിട്ടുള്ള കോർണർ പിടിച്ചിട്ട് നമ്മൾ ഈ സെയിം ഇക്വേഷൻ തന്നെ ആവർത്തിച്ച് കഴിഞ്ഞാൽ 4 ബാക്കിയുള്ള കോർണറുകളൊക്കെ ശരിയായിട്ടുണ്ട്. നമ്മൾ 3/3 അതേ രീതി തന്നെ നമുക്കിതിന് ഉപയോഗിച്ച് നോക്കാം. നമ്മൾ ഒരു കോർണർ ശരിയായിട്ടുണ്ട്. ഇതേ ഇക്വേഷൻ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 4 കോർണറും ശരിയാവുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പ് റൈറ്റ് അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ് ഇൻവേഴ്സ് അപ്പ് റൈറ്റ് ഇൻവേഴ്സ് അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ്. നോക്കുമ്പോൾ ഈ കോർണർ ഏകദേശം ശരിയായിട്ടുണ്ട്. ഇത് ശരിയായിട്ടില്ല, ഇത് ശരിയായിട്ടില്ല, ഇത് ശരിയായിട്ടില്ല. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ഈ സെയിം ഇക്വേഷൻ തന്നെ. ലെഫ്റ്റ് അപ്പ് അങ്ങോട്ട് തിരിച്ചു, റൈറ്റ് അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ് ഇൻവേഴ്സ് അപ്പ് റൈറ്റ് ഇൻവേഴ്സ് അപ്പ് ഇൻവേഴ്സ് അപ്പ് ലെഫ്റ്റ്. നോക്കുമ്പോൾ ഇത് ഏകദേശം ശരിയാണ്, ഇത് ശരിയായി, ഇതും ശരിയായി. റെഡ് ഗ്രീൻ യെല്ലോ, യെല്ലോ ബ്ലൂ റെഡ്, ഇതും ശരിയായി, ഏകദേശം ശരിയായി. ഇത് ഏകദേശം ശരിയായി, ഇത് കറക്റ്റായി. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് ശരിയാവാൻ വേണ്ടി നമ്മളൊരു ശരിയായത് മാറ്റി പിടിച്ചിട്ട് നെക്സ്റ്റ് ശരിയാവേണ്ടത് ഈ ഭാഗത്ത് റൈറ്റ് സൈഡിൽ പിടിച്ചിട്ട് നമ്മൾ ഈ ഡൗൺ ലെഫ്റ്റ് റൈറ്റ് അപ്പ് എന്നുള്ള ഒരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൈഡും ശരിയായി കിട്ടും. നോക്കാം. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. അപ്പോൾ ഈ കോർണർ ശരിയായി. ഇങ്ങനെ ശരിയായി കഴിഞ്ഞാൽ നമ്മളത് ഇങ്ങോട്ട് മാറ്റിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഇത് 4 നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇതിൽ തെറ്റ് വന്നാൽ കംപ്ലീറ്റ് നമ്മുടെ തെറ്റും. അപ്പോൾ ഇവിടെ ശരിയാവണം മുറയ്ക്കിയത് ഇങ്ങോട്ട് മാറ്റണം. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഇവിടെ ഈ കോർണർ ശരിയായിട്ടുണ്ട്, അപ്പോൾ അതിനോട് മാറ്റുക. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഇപ്പോൾ ഇത് ഈ കോർണറിൽ ശരിയായി. ഇനി നമ്മളിതിനെ മാറ്റി വെച്ചാൽ മതി. ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ നമ്മുടെ 4/4 ക്യൂബ് നമ്മൾ 3/3 അതേപോലെ തന്നെ ചെയ്തു. ഇത് നമ്മൾക്ക് എങ്ങനെയോ ഒരു ശരിയായി കിട്ടിയതാണ്. പക്ഷേ ചിലപ്പോൾ നമ്മൾക്ക് പലതരത്തിലുള്ള പാരിറ്റി എറേഴ്സൊക്കെ ഇവിടെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ചില ഇക്വേഷൻസൊക്കെ ഉപയോഗിക്കണം. ഇതിപ്പോൾ നമ്മൾ 3/3 അതേമാതിരി ചെയ്ത് നമുക്ക് ശ്രമിച്ചപ്പോൾ നമുക്ക് കിട്ടിയതാണ്. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ്. ഇനി നമ്മൾക്ക് അല്ലാതെ ഈ 3/3 അല്ലാതെ പല പാരിറ്റി എറേഴ്സ് ഇവിടെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ചില ഇക്വേഷൻസ് ഉപയോഗിക്കണം. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. ഓക്കെ, താങ്ക് യു.